Good morning. Good morning, ma'am. ഇത്രയും പേരുള്ളോ? എന്ത് പറ്റി, ക്ലാസ്സിലൊന്നും ആരും വരാറില്ല, എല്ലാരും തിരക്കാണോ? മിസ്സേ 10 പേരൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇന്നെന്തോ കുറവാണ്. ആരും ഗ്രൂപ്പിലൊന്നും പറഞ്ഞിട്ടില്ല. ഞാനേ കുറേ നാളായല്ലോ നമ്മള് കണ്ടിട്ട്. ക്ലാസ് ഒത്തിരി അങ്ങ് ക്ലാസ് പോയതിലല്ല, കാണാൻ പറ്റാത്തതിലൊരു വിഷമം. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചപ്പോ ജോബ് സാർ ഓക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ ക്ലാസ് എടുക്കാന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, പ്രെയർ ചെയ്യാൻ ആരെങ്കിലും റെഡിയാണോ? കൈതോഴാം ദേവാ, കൈതോഴാം ഞങ്ങൾ, കാരുണ്യമേ നിത്യ ചൈതന്യമേ. നീ തന്നെ സ്നേഹം, നീ തന്നെ ശാന്തി, ജീവിത സാരവും നീയല്ലയോ. ഏഴു സ്വരങ്ങളും നീയല്ലയോ, ഏഴു വർണ്ണങ്ങളും നീയല്ലയോ, അറിവിന്റെ സാഗരം നീയല്ലയോ, കനിവിന്റെ തേൻ കണം നീയല്ലയോ. താങ്ക് യു മിസ്. Thought of the day. Accept your past without regret. Handle your present with confidence and face your future without fear. APJ Abdul Kalam. എല്ലാ ആഴ്ചകളും APJ അബ്ദുൽ കലാമിന്റെ സ്പാർക്ക് വരുന്ന എന്തെങ്കിലും മെസ്സേജുകൾ നമ്മൾ ഏതെങ്കിലും ക്ലാസ്സിലൊക്കെ കേൾക്കാതെ പോകില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് അത്രയുണ്ടല്ലേ. അതായത് ഇതിന്റെ ജീവൻ ഇവിടെ നിന്ന് പോയെങ്കിലും അദ്ദേഹത്തിന്റെ സോളിന്റെ ഒരു ഇൻഫ്ലുവൻസ്, ആ ഒരു ആത്മാവ് എല്ലാവരുടെയും ഉള്ളിലും എന്തെന്നെ പറയാം. ശരിക്കും അത് ഭയങ്കര ഒരു അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഒരു കൊളോക്കലി പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ ഷേപ്പിലുള്ള ഒരു തുള ഭൂമിയിലാക്കി വെച്ചിട്ട് വേണം പോവാൻ. വേറെ ആർക്കും അത് വന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റാതെ. പക്ഷെ നമ്മളുടെ ഒരു സിഗ്നേച്ചർ കുറച്ചുകൂടെ അതിനെ ഭംഗിയാക്കുവാണെങ്കിൽ നമ്മുടെ ഒരു സിഗ്നേച്ചർ അവശേഷിപ്പിച്ചിട്ട് പോകണമെന്ന് അറ്റ്ലീസ്റ്റ് കുറച്ച് ഹൃദയങ്ങളിലെങ്കിലും. അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നമ്മളും അങ്ങനെ തന്നെ അറിയപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും. പക്ഷെ ഒരാളുടെയെങ്കിലും മനസ്സിൽ നമ്മൾ നല്ലൊരു രൂപമായിട്ട് നിൽക്കുവാണെങ്കിൽ അത് തന്നെ ഗ്രേറ്റ് ആണ്. ഓക്കെ, പ്രത്യേകിച്ച് കുട്ടികളുടെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ടാകാം അല്ല ജീവിതത്തില്. കുറെ പേര് നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാകും. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, കണ്ണടയ്ക്കുന്ന സമയത്ത് അവരൊക്കെ തെളിഞ്ഞു വരാറുണ്ടാവും. ഓക്കെ, അപ്പൊ അതെല്ലാം നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ട് നിങ്ങൾക്ക് ശക്തി തരട്ടെ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, നമ്മൾ എവിടം വരെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ബിക്കോസ് 2 വീക്ക് ശബ്ദമൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ചിലപ്പോ ക്ലാസ് ഒക്കെ ഒന്ന് ലീഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നമ്മൾ എവിടെയായി? ഞാനും മറന്നു, എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. PFA ആണോ എടുത്തോണ്ടിരുന്നേ? PFA കഴിഞ്ഞിരുന്നോ? സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് അങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 6th ആയിരുന്നില്ലേ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്? January 6th. സാരല്ല, PFA ഒന്നുകൂടെ പറയാം. എഴുതി വെക്കാം, അല്ലെങ്കിൽ മറന്നു പോകും. PFA പറയുന്നതിന് മുമ്പ് നമ്മൾ PPE കിറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നമ്മള് കോവിഡ് സമയങ്ങളിൽ
അത് വളരെ കോമൺ ആയിരുന്നു അല്ലെ. അതിന് മുമ്പൊന്നും നമ്മൾ അങ്ങനെ എത്ര കണ്ടിട്ടില്ല. യൂണിവേഴ്സൽ പ്രിക്വേഷൻസ് ആൻഡ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്നുള്ള രീതിയിൽ PPE ആ കോവിഡ് ടൈമിന് മാത്രമല്ല ശരിക്കും യൂസ് ചെയ്യുന്നത്. പലപ്പോഴും ചിലപ്പോൾ നല്ല സ്പീഡിലൊക്കെ ആയിരിക്കും ഇവര് പേഷ്യൻസിനെ മൂവ് ചെയ്യുന്നത്. ആംബുലൻസിലേക്ക് കയറ്റുന്നതാണെങ്കിലും ആംബുലൻസിൽ നിന്ന് ഇറക്കി ICUലേക്ക് കൊണ്ടുപോകുമ്പോഴാണെങ്കിലും പലപ്പോഴും ചില ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ബോഡിയിൽ നിന്ന് ബോഡി ഫ്ലൂയിഡ് പുറത്തേക്ക് വരാം. അത് ഈ അവരെ ഹെൽത്ത് കെയർ ചെയ്യുന്ന ആളുകളോ ആര് തന്നെയായാലും അവരുടെ ഏതെങ്കിലും ഓപ്പൺ വൂണ്ട്, സ്കിൻ എന്തെങ്കിലും ഒന്ന് ഇതായിട്ടിരിക്കുന്ന ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്കൊക്കെ ബോഡി ഫ്ലൂയിഡ് പറ്റിയാൽ അവരും ഇൻഫെക്റ്റഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഫുൾ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ PPE കിറ്റ് യൂസ് ചെയ്തിരുന്നത്. അത് നമുക്കത് ആരാന്ന് പോലും ആ വ്യക്തി മനസ്സിലാകില്ല. ശരിക്കും അവിടെ ഫുൾ കവേർഡ് ആണ്. മൂക്കിന്റെ അവിടെ അവരെന്തോ വയ്ക്കും, കാരണം അവർക്ക് ബ്രീത്ത് ചെയ്യാനുള്ള സൗകര്യത്തിന്. അപ്പൊ അത്രയും അവര് ഒരു ബോഡിയെ സെക്യൂർ ആക്കി വെക്കുന്ന രീതിയിലാണ് ഈ PPE കിറ്റ് യൂസ് ചെയ്തിരുന്നത്. അതിന് ഡിസ്പോസിബിൾ ഗ്ലൗസ് ഉണ്ട്. വൺസ് യൂസ് ചെയ്തത് അവർ അങ്ങനെ ഡിസ്പോസ് ചെയ്യും. പിന്നെ ഗൗൺ പോലെ ലാബ് കോട്ട്, ഫേസ് ഷീൽഡ്, ഐ പ്രൊട്ടക്ഷൻ ആൻഡ് പോക്കറ്റ് മാസ്ക്, അങ്ങനെ പലതും, ഫേഷ്യൽ ബാരിയേഴ്സ്, അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അതായിരുന്നു. അപ്പൊ നമ്മൾ ഫസ്റ്റ് എയ്ഡ് നമ്മൾ കോമൺ ആയ കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു വെള്ളത്തിൽ മുങ്ങിപ്പോയാൽ എന്ത് ചെയ്യണം, ഡോഗ് ബൈറ്റ്, ഇൻസെക്ട് ബൈറ്റ്, പൂച്ച മാന്തിയാല്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ പെട്ടെന്ന് കുഴഞ്ഞു വീഴുമ്പോ ആ വ്യക്തിയെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം, വോമിറ്റിംഗ്, കണ്ടിന്യൂസ് വോമിറ്റിംഗ് വരുവാണെങ്കിൽ, പിന്നെ പൊള്ളലേൽക്കുവാണെങ്കിൽ, മുറിവ് വന്നാൽ, അങ്ങനെ ബ്ലഡ് വല്ലാതെ ഫ്ലോ ചെയ്യുവാണെങ്കിൽ അതിനൊക്കെ ഒരു ഇനീഷ്യലി കൊടുക്കുന്ന ഒരു മെഡിക്കൽ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് എയ്ഡ്. അത് ഭയങ്കരമായി പ്രൊഫഷണലി അറിയാവുന്ന ഒരാളും ആയിരിക്കില്ല. ആ ഒരു സമയത്ത് അലേർട്ടായി പെട്ടെന്ന് ചെയ്യാൻ കഴിയണം ആ ഒരു വ്യക്തി. അങ്ങനെ ഒരു മാനസിക നിലയുള്ള ഒരാളായിരിക്കണം. നമുക്ക് വീടുകളിൽ പലപ്പോഴും കുട്ടികൾ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രായമായവരോ ഇതുപോലെയൊക്കെ വീഴാം, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. പിന്നെ അതുപോലെ സ്കൂൾ എന്ന് പറയുമ്പോൾ അവിടെയും ഇതുപോലെ തന്നെ ഇഞ്ചുറീസും വൂൺസും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അസംബ്ലിയിൽ കുട്ടികൾ തല ഇറങ്ങി വീഴുന്നത് ഒരു കോമൺ ആയിട്ട് കാര്യങ്ങൾ തന്നെയാണ്. ഈ ഭക്ഷണം കഴിക്കാതെയൊക്കെ വരുമ്പോൾ അവര് ചിലപ്പോ ഫെയിന്റ് ആവാം. ഇതൊക്കെ വരുമ്പോ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. ഇനി അത് ശരീരത്തിന്റെ കാര്യത്തിൽ നമ്മളത് പറഞ്ഞു. നമുക്ക് ബോഡിയിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി നമുക്ക് വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് ചെയ്യാനായിട്ട് മാർഗങ്ങളും ഉണ്ട്, ഉപകരണങ്ങളും ഉണ്ട്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ നിയർ ബൈ ഹോസ്പിറ്റൽസിലേക്ക് എത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട് ഇന്നത്തെ കാലത്ത്. മനസ്സിന് മുറിവേൽക്കുമ്പോൾ അതാണ് വലിയൊരു പ്രശ്നം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് കല കല്യാണി എന്നാണ് പേര്, ഒരു സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. അപ്പൊ പലപ്പോഴും എന്നെ പരിചയമുള്ള പലരും ആരെങ്കിലും ഉണ്ടോ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. എനിക്ക് ആളുകളെ കേൾക്കാനേ പറ്റുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ അവരെ കേൾക്കും, അവരെ കൊണ്ട് തന്നെ ആ സൊല്യൂഷൻ ക്ലോസ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഞാനായിട്ട് അഡ്വൈസോ അവരെ ജഡ്ജ് ചെയ്യോ അങ്ങനെ ഒന്നും ചെയ്യില്ല. അവർക്ക് ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി അവരെ കൊണ്ട് തന്നെ അത് ക്ലോസ് ചെയ്യിക്കും. അവരങ്ങനെയുള്ള കാര്യത്തിൽ വീക്കാണ്, അവർക്ക് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണം എന്ന് തോന്നുമ്പോഴാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കലയെയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ കലയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ കല എന്നോട് പറയുമായിരുന്നു, നമുക്ക് ബിസിനസ് ആയിരിക്കുന്ന ഒരു മേഖലയാണ് ഈ സൈക്കോളജിസ്റ്റുകളുടെ ഒരു രീതി. എത്ര രൂപ വേണമെങ്കിലും, ചിലപ്പോൾ സയന്റിഫിക് അല്ലാത്ത മെത്തേഡ്സും അവർ ഉപയോഗിക്കാറുണ്ട് ആളുകളെ കൺവിൻസ് ചെയ്യിക്കാനായിട്ട്. അവർ സേഫ് ഹാൻഡിൽ ഒരു എത്തുക എന്നുള്ളതാണ് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആരെന്നോട് ചോദിച്ചാലും എത്ര ദൂരെയുള്ളവരാണെങ്കിലും ഞാൻ കലയെ റെഫർ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പൊ അത് ഒരു കാര്യം തന്നെയാണ്. മനസ്സിനേൽക്കുന്ന മുറിവെന്ന് പറഞ്ഞാൽ അത്ര ഡീപ്പായിരിക്കും. അതൊന്ന് ആകണം. അത് ആകെ കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഒരു മുറിവ് വന്നു നമ്മൾ ശരിയായ രീതിയിൽ അതിനെ നോക്കിയില്ലെങ്കിൽ അത് ആകെ പിന്നെ കൂടുതൽ പ്രശ്നമാകും, പഴുക്കും, ചിലർക്ക് വിരല് മുറിച്ച് കളയേണ്ടി വരും, അങ്ങനെയൊക്കെ അവസ്ഥ വരും. അപ്പൊ മനസ്സിനും അതുപോലെ ശരിയായ രീതിയിലുള്ളൊരു സപ്പോർട്ട് അല്ല കിട്ടുന്നെങ്കിൽ അവിടെയും കോംപ്ലിക്കേറ്റഡ് ആയി തന്നെ പോകും. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. PFA. ഓക്കെ, നിങ്ങൾക്കും പലപ്പോഴും പല എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടാവും. പലതും അല്ലെങ്കിൽ മനസ്സിലെങ്കിലും വരും. ചിലപ്പോൾ പുറത്തേക്ക് പറയാൻ മടിയുള്ള കാര്യങ്ങളും ഉണ്ടാവും, മനസ്സിലെങ്കിലും തോന്നുമായിരിക്കും. കണക്ട് ചെയ്യാം, നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഇൻസിഡൻസ് ഉണ്ടാകും.
PFA ശരിക്കും ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. അത് ആവശ്യമുള്ള ആളുകൾക്ക്, നീഡി പീപ്പിളിന് കൊടുക്കുന്ന ഒരു ഇന്റർവെൻഷൻ, സൈക്കോളജിക്കൽ സപ്പോർട്ട്. ആലോചിക്കുന്നുണ്ടാവും, ഞങ്ങളുടെ PDF ഇതൊന്നുമില്ലല്ലോ, ഇനി എന്തിന് ഞങ്ങൾ PFA പഠിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ടാവും. നമ്മുടെ മുന്നിൽ വരുന്ന മക്കൾ എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ വരുന്നതെന്ന് അറിയൂ. ചിലപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്തതരം പ്രശ്നങ്ങളായിരിക്കും. അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം, നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോ എന്താണ്, എങ്ങനെയാണ് ആ സപ്പോർട്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് ആഡ് ചെയ്തത് കേട്ടോ. എല്ലാവരുടെയും പേടി, അയ്യോ പരീക്ഷയ്ക്ക് വരൂ, ഔട്ട് ഓഫ് സിലബസ് ആണോ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒട്ടും വിഷമിക്കേണ്ട. വൺസ് ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഓൺ ലൈഫിലും, നമ്മുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും നമുക്ക് ആവശ്യമുള്ള ആളുകൾ, നമ്മളുമായിട്ട് കണക്റ്റഡ് ആകുന്ന പല റിലേഷൻഷിപ്പുകൾ ഉണ്ടല്ലേ, ഫ്രണ്ട്സ് ഉണ്ടാകും, നമ്മുടെ ഫാമിലിയിൽ തന്നെ നമ്മളെ കൊളീഗ്സ്, അവരിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതിനെല്ലാം ഉപരി നമ്മളുടെ കെയർ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ. സെൽഫ് കെയർ, നമ്മളെ ഹീൽ ചെയ്യുക. നമ്മൾക്ക് നമ്മളെ തന്നെ ഹീൽ ചെയ്യാനായിട്ട് പറ്റും. ഒരാൾ എന്നോട് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ആ ഒരു വ്യക്തിയിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല, നമ്മൾ വല്ലാതെ ഡൗൺ ആയി പോകില്ലേ. ഇപ്പൊ നമുക്ക് വലിയ കണക്ഷൻ ഒന്നും ഇല്ലാത്ത ആളാണെങ്കിൽ ഓ എന്തെങ്കിലും പറയട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ ഒത്തിരി മാനിച്ചിരുന്ന ഒരു വ്യക്തി അങ്ങനെ പറയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും, തിരിച്ചൊന്നും പറയാനും പറ്റാത്ത സങ്കടകരമായ അവസ്ഥ. അപ്പൊ നമ്മുടെ സെൽഫ് ഹീലിംഗ് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നമ്മളെ തന്നെ ഹീൽ ചെയ്യണം. ഓക്കെ, നമ്മൾ നമ്മളെ തന്നെ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില സമയങ്ങളില് നമുക്ക് അറിയാവുന്ന ആരെങ്കിലും മരണപ്പെടുമ്പോ നമ്മൾ ആ വീട്ടിലൊന്ന് പോവും അല്ലെ. അപ്പൊ ആ വീട്ടിലെ ആ വ്യക്തിയുടെ ബന്ധുക്കള് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും, ഭയങ്കര വിഷമിച്ചൊക്കെ ഇരിക്കുമായിരിക്കും. ചിലപ്പോ നമ്മളെ കാണുമ്പോ ചിലപ്പോ ഒരു കുട്ടി കരയണ കാണാം. അതുവരെ അവര് ഇങ്ങനെ സപ്രസ് ചെയ്തിരുന്നത് പുറത്തേക്ക് അങ്ങ് ഒഴുകുക, വെന്റിലേറ്റ് ചെയ്യുക. അത് അവരുടെ ഒരു ഹീലിംഗ് ആണ്. അവർക്ക് നമ്മളെ കണ്ടപ്പോ ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളൊന്ന് തൊടുമ്പോ അവർ അങ്ങനെ അത്ര നേരമുള്ള സങ്കടം മുഴുവൻ അവരങ്ങനെ ഒഴുക്കിക്കളയും. പിന്നെ അവർക്കൊരു സമാധാനം, സങ്കടമുണ്ട്, ദുഃഖമുണ്ട്, ആ വ്യക്തി നഷ്ടപ്പെട്ടതിലുണ്ട്. പക്ഷെ എന്നാലും അവർക്കത് പുറത്തേക്ക് ഒഴുക്കിക്കളയാനായിട്ട് പറ്റി. നമ്മുടെ ഒരു ടച്ച് ആയിരിക്കാം അവരെ ഹെൽപ്പ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു നോട്ടായിരിക്കാം. അത് തന്നെയാണ് PFA എന്ന് പറയുന്നത്. അതിന് നമ്മൾ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആവണമെന്നില്ല, സൈക്കോളജി പഠിക്കണമെന്നില്ല, സൈക്കോളജിസ്റ്റും സൈക്കോതെറാപ്പിസ്റ്റും ഒന്നും ആവണമെന്നില്ല. പക്ഷെ നമുക്ക് പ്രൊഫഷണലി പല കാര്യങ്ങളും അവിടെ ചെയ്യാൻ പറ്റില്ല. ബട്ട് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം, നമുക്ക് അവരെ ഗൈഡ് ചെയ്യാം. നിങ്ങൾ ഇന്ന ആളെ കോൺടാക്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഈ ഒരു ഏജൻസിയിൽ പോയാൽ ഈ ഒരു ഓർഗനൈസേഷൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ PFA അങ്ങനെയുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് ആവശ്യമുള്ള ആളുകൾക്ക്, നീഡി പീപ്പിൾ. അവിടെ കുട്ടികൾ ഉണ്ടാകും, അഡൾട്ട്സ് ഉണ്ടാകും, ഫാമിലീസ് ഉണ്ടാകും അല്ലെ. അങ്ങനെ പല രീതിയിലുള്ള അപകടങ്ങൾ ഫേസ് ചെയ്തവരും അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഫിസിക്കലി ഇഞ്ചുറീസ് ഉണ്ടായവരുണ്ടാകാം. ചില ഷോക്കുകൾ, പല രീതിയിൽ ഷോക്ക്, ചിലപ്പോ കൊച്ചുകുട്ടിയായിരിക്കാം, അവന്റെ മുന്നിലിട്ട് അച്ഛനെയും അമ്മയും വെട്ടിക്കൊന്നു. എന്റെ ഒരു ഫ്രണ്ട് മീൻസ് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അവര് 3 പെൺകുട്ടികളായിരുന്നു. എന്റെ ഫ്രണ്ട് മിഡിൽ 1 ആയിരുന്നു, ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഒരു അനിയത്തി ഉണ്ടായിരുന്നു. 3 പേരും പെൺകുട്ടികളാണല്ലോ. അപ്പൊ അച്ഛനും അമ്മയും അവരതുപോലെ ഇങ്ങനെ ഡോളിനെ പോലെ ഇങ്ങനെ ഭയങ്കര പാപ്പർ ചെയ്ത്, പക്ഷെ എന്നാൽ അതേസമയം അവരെ നല്ല എക്യുപ്പയാക്കി, അതായത് അവരെ പ്രാപ്തരാക്കുന്നു ഓരോ കാര്യങ്ങളിലും. അങ്ങനെയാണ് വളർത്തിക്കൊണ്ടത്. മൂത്ത ചേച്ചി മാരേജ് ചെയ്തു, 3 പേരും മാരേജ് ചെയ്തു, സെറ്റിലായി. ഇവർക്ക് 2 പേർക്കും ജോലിയുണ്ട്. മൂത്ത ചേച്ചിയെ ജോലിക്ക് ഹസ്ബൻഡ് വീട്ടിലായിരുന്നു. ആൾക്ക് ചെറിയ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളായിരുന്നു. നമുക്കതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ, കുറെ കാലങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത്. അവര് ചേച്ചിയെ മാത്രമല്ല ഈ മക്കളെയും വീടിന് പുറത്തേക്ക് അയാള് ഇറക്കില്ല. 2 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. 2 പേരും നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്തോ ഒരു അവധി വെക്കേഷനിൽ കുട്ടികളെ വീട്ടിലെത്തുന്നു. ഒരു ദിവസം ഞങ്ങൾ കേൾക്കുന്ന ന്യൂസ്, ഈ കുട്ടികളുടെ അച്ഛൻ അവരുടെ അമ്മയെ വെട്ടിക്കൊന്നു. എന്നിട്ട് മക്കളെ കൊല്ലാനായിട്ട് അവരെ വെട്ടേറ്റു. പക്ഷെ അവർക്ക് വേറെ ഗുരുതരമായിട്ടൊന്നും സംഭവിച്ചില്ല. അവർ പേടിച്ചൊരു റൂമിനകത്ത് കയറി ലോക്ക് ചെയ്തിരുന്നു. അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അയാൾ ഹാങ് ചെയ്തു, സൂയിസൈഡ് ചെയ്തു. കാരണം അയാൾക്ക് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു.
അങ്ങനെ ചെയ്തതാണ്, ഭാര്യയെ ഡൗട്ട് അങ്ങനെ ചെയ്തതായിരുന്നു. പക്ഷെ ആ ചേച്ചി വളരെ നല്ലൊരു, അവിടെയുള്ളവർക്കൊന്നും ആ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അറിയില്ലായിരുന്നു. ഇവരധികം പുറത്തിറങ്ങാറില്ല, പള്ളിയിൽ പോവാനോ അങ്ങനെയൊക്കെയാണ് പോവാറ്. അപ്പൊ പിറ്റേ ദിവസം ആളുകളൊക്കെ കൂടി, കാരണം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഭയങ്കര ഭീകരമായ ഒരു കാഴ്ചയായിരുന്നു എന്നാ പറയുന്നത്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല, നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തിയുടെ ലൈഫിൽ അങ്ങനെ സംഭവിച്ച ഒരു കാര്യം. വല്ലാത്തൊരു വിഷമം, കുറേ നാൾ ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ഒരു വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഏകദേശം ഒരു 1 year കഴിഞ്ഞപ്പോഴാണ് എന്റെ വീടിന്റെ ഹൗസ് വാമിംഗ് വന്നത്. ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചു. ഞങ്ങള് സ്കൂൾ മേറ്റ്സിന് എല്ലാവർക്കും കൂടെ കാണാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ. അപ്പൊ വിളിച്ചപ്പോ വളരെ സങ്കടത്തിൽ എന്നോട് പറഞ്ഞു, ജിഷ ഒട്ടും 1 year കഴിഞ്ഞു കേട്ടോ, ഒട്ടും ഞാൻ അതിന് റിലീവ് ആയിട്ടില്ല. എനിക്ക് ഞാൻ പുറത്തേക്ക് പോവാനോ ഇങ്ങനെയുള്ള ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനോ ഒക്കെ എനിക്ക് ഭയങ്കര വിഷമാണ്. അതുകൊണ്ട് ഞാൻ വേറൊരു ദിവസം വരാട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി അത് അവർക്കുണ്ടായ ഒരു ഷോക്ക്. ഒരു നാച്ചുറൽ ഡെത്ത് അല്ലല്ലോ, ഇങ്ങനെ സംഭവിച്ച ഒരു മരണമല്ലേ. ആ കുട്ടികൾക്ക് അതിന്റെ ഷോക്കും അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. 2 പെൺകുട്ടികള് അമ്മയെ നഷ്ടപ്പെട്ടു, അച്ഛനെ നഷ്ടപ്പെട്ടു. അമ്മയുടെ നഷ്ടം അവർ നേരിട്ട് കാണുകയും ചെയ്തു അല്ലെ. അപ്പൊ അവര് അങ്ങനെ ഷോക്കിംഗ് ഇൻസിഡന്റ് നേരിട്ട് കാണുന്ന ആ ഒരു ഇതില് ട്രോമയില് ജീവിക്കുന്ന കുട്ടികളും ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ളവർക്കൊക്കെ എങ്ങനെ PFA പ്രൊവൈഡ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓർമ്മ വരുന്നുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? കുഴപ്പമില്ല. PFAക്ക് 7 themes ആണുള്ളത്. ഓർമ്മ വരുന്നുണ്ടാവും അല്ലെ. നമ്മൾ എങ്ങനെയാ PFA പ്രൊവൈഡ് ചെയ്യേണ്ടത്? പ്രാക്ടിക്കൽ കെയറും സപ്പോർട്ടുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അല്ലാതെ അവരുടെ കൂടെ പോയിരുന്നിട്ട് കരഞ്ഞ അവസാനം അവര് നമ്മളെ ആശ്വസിപ്പിക്കേണ്ട അവസ്ഥ വരരുത്. പ്രാക്ടിക്കൽ ആയിട്ട് വേണം ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ. നമുക്ക് സഹിക്കാൻ പറ്റാത്ത പലതും അവർ ചിലപ്പോൾ നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവർക്ക് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ അവരുടെ നീഡ്സും കൺസേൺസും ഒന്ന് അസസ് ചെയ്യുക. അവർക്ക് എന്താണ് നീഡ്സ്, എന്താണ് അവരുടെ കൺസേൺ, അത് ഒന്ന് അസസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് സെക്കൻഡ് തീമായിട്ട് PFAയിൽ പറയുന്നത്. പിന്നെ അവർക്ക് ബേസിക് നീഡ്സ് പ്രൊവൈഡ് ചെയ്യാം. ഏതൊരു മനുഷ്യനും ആവശ്യമാണ് ഭക്ഷണം, വെള്ളം, ഒരു ഷെൽട്ടർ, ക്ലോത്ത്സ് അല്ലെ. അപ്പൊ ആ ഒരു ബേസിക് നീഡ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഇൻഫർമേഷൻ, അവരൊരു ഏതെങ്കിലും ഒരു ക്യാമ്പിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കെയർ ഹോമിലായിരിക്കാം, സെക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കാം. പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ചോ അവരുടെ ഫാമിലിയിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചോ കൂടുതൽ വിവരങ്ങളൊന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അവർക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻ അതും ബേസിക് നീഡ്സിൽ വരും. അപ്പൊ മൂന്നാമത്തെ തീമായിട്ട് നമ്മൾ അതാണ് പറഞ്ഞത്, ഹെൽപ്പ് വിത്ത് ബേസിക് നീഡ്സ്. അവർക്ക് ബേസിക് നീഡ്സ് പ്രൊവൈഡ് ചെയ്യുക, ഫുഡ്, വാട്ടർ, ഇൻഫർമേഷൻ, ആ ഒരു രീതിയിൽ. പിന്നെ ലിസൺ, കേൾക്കുക, വളരെ ഇമ്പോർട്ടന്റ്. ഹൃദയം കൊണ്ട് കേൾക്കുക. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും അത് ഹൃദയത്തിൽ നിന്ന് വരണം, നമ്മൾ പറയുന്നതും കേൾക്കുന്നതും. അതിന് കൂടെ ഒരു കാര്യം കൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇമോഷണലി മാത്രം എടുക്കരുത്, നമ്മൾ ഇന്റലക്ച്വൽ ആയിട്ടും എടുക്കണം. വികാരപരമായിട്ട് മാത്രം നമ്മൾ ചിന്തിക്കരുത്, വിവേകത്തോടു കൂടിയും ചിന്തിക്കേണ്ടത്. ഒരാളെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് വന്ന് നിൽക്കുമ്പോൾ തിരിച്ച് അതിനേക്കാൾ കൂടുതൽ ഷൗട്ടിംഗ് ആയിട്ട് ചിന്തിക്കും, ഇമോഷണൽ ആയിട്ടാണ് നമ്മൾ അതിനെ എടുക്കുന്നത്. അതേസമയം നമ്മൾ അവിടെ സബ്മിസീവ് ആകുന്നു, നമ്മൾ അതിനെ ഇന്റലക്ച്വൽ ആയിട്ട് എടുക്കുന്നു. കാരണം അങ്ങനെ ഷൗട്ട് ചെയ്ത് വരുന്ന ആൾക്ക് അയാളുടെ സെൻസ് പോയിരിക്കുക, അതാണ് അയാൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ ഒന്നുമില്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്നും മാറിപ്പോവുക. അല്ലെങ്കിൽ നമുക്ക് അത്രയും അറിയാവുന്ന ഒരു വ്യക്തിയാണ്, ഹീസ് അല്ലെങ്കിൽ ഷീസ് ലൈക്ക് ദാറ്റ്, ആളൊന്ന് അടങ്ങുമ്പോൾ നമ്മൾ സംസാരിച്ചാൽ കേൾക്കും എന്ന് ഉറപ്പുള്ളപ്പോ ആ ഒരു സമയത്ത് കേൾക്കും. അപ്പൊ എപ്പോഴും കേൾക്കുന്നതും സംസാരിക്കുന്നതും ഹൃദയം കൊണ്ട് തന്നെയായിരിക്കണം. അവിടെ ബ്രെയിനിന്റെ ചെറിയൊരു സഹായം ഇടയ്ക്ക് വേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത് ഇമോഷണലി മാത്രമല്ല ഇന്റലക്ച്വലി നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത്. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് അത് സിൻസിയർ ആയിട്ട് നമ്മളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഒരു ആത്മാർത്ഥത, സിൻസിയാരിറ്റി ഇൻ ബിറ്റ്വീൻ. ആ ഒരു നമ്മളൊരു വ്യക്തി സംസാരിക്കുന്നത് കേൾക്കുന്നു, അപ്പൊ അയാൾക്ക് തോന്നുക നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല, കേൾക്കില്ല എന്ന് തോന്നുന്നു, അയാളെ ഓപ്പൺ അപ്പ് ചെയ്യാൻ പഠിക്കും. കംഫർട്ട് ദം ആൻഡ് ഹെൽപ്പ് ദം ഫീൽ കാം. അവരെ കംഫർട്ട് ചെയ്യിക്കുക, അവരെ നല്ല കാം ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അവരെ ഇൻഫർമേഷൻസുമായിട്ട് കണക്ട് ചെയ്യുക.
അതായത് അവർക്ക് ചിലപ്പോൾ പല ഇൻഫർമേഷൻസ് വേണ്ടി വരും. ഒരു ഫ്ലഡിൽ വീട് നഷ്ടപ്പെട്ട ഒരാൾ, അവിടെ ആ പരന്ന സ്ഥലം മാത്രമേ ബാക്കിയുള്ളൂ, അവിടെ വീടില്ല. അപ്പോ വീടിന്റെ ഒരു രേഖകളോ ഒന്നും കയ്യിലില്ല, ആധാരം എന്നൊക്കെ പറയുന്ന ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ അതൊന്നും കയ്യിലില്ല. അപ്പൊ അതൊക്കെ എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും? അങ്ങനെയുള്ള ഗവൺമെന്റ് അതോറിറ്റീസുമായിട്ട് കണക്ട് ചെയ്യാനും, അങ്ങനെ ഒരു കേസ് അതോറിറ്റിയുടെ ഹെൽപ്പ് എങ്ങനെ കിട്ടും, അവരെങ്ങനെ നിങ്ങളെ സഹായിക്കും എന്നുള്ള ഇൻഫർമേഷൻസ് കൊടുക്കും. ഇനി അതല്ല, വീടുണ്ട്, വെള്ളം കയറി അകത്തിരുന്ന സാധനങ്ങൾ മുഴുവൻ നശിച്ചുപോയി, കുട്ടികളുടെ സർട്ടിഫിക്കറ്റ്സ്, മാർക്ക് ലിസ്റ്റ്, അതർ ഡോക്യുമെന്റ്സ് എല്ലാം പോയി, എന്ത് ചെയ്യും? അപ്പോഴും ഇതുപോലെ തന്നെ അതോറിറ്റീസുമായിട്ട് ഹെൽപ്പ് ഉണ്ടാകും എന്ന രീതിയിൽ ഉള്ള ഇൻഫർമേഷൻസ്, സർവീസസും അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ പല ഓർഗനൈസേഷൻസും ട്രസ്റ്റും ഇങ്ങനെ അപകടത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എനിക്കറിയാവുന്ന ഒരു മേഡം, ഗീത എന്നാണ് മാമിന്റെ പേര്. മാം ട്രിവാൻഡ്രത്താണ്. മാം അഡീഷണൽ സെക്രട്ടറിക്കായിട്ട് റിട്ടയർ ആയ ഒരു വ്യക്തിയാണ്. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മാമാണ്. മാം അഡോളസൻ ഗ്രൂപ്പിന്റെ കാര്യങ്ങളിലും പെൺകുട്ടികളുടെ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. മാമിന്റെ മക്കളെല്ലാം US സെറ്റിൽഡ് ആണ്. മാം ഇടയ്ക്ക് അവരെ വിസിറ്റ് ചെയ്യും, പക്ഷെ മാം ട്രിവാൻഡ്രത്ത് തന്നെയായിരിക്കും കൂടുതൽ ടൈം. മാമിന് അവിടെ മാമിന്റെ വീട്ടിൽ തന്നെ ഒരു സ്പേസ് ഉണ്ട്, ഒരു ഷെൽട്ടർ ഹോം പോലെ. അത് ഈ ഫിസിക്കൽ അബ്യൂസ്, മൊളസ്റ്റേഷൻ ഇതൊക്കെ അനുഭവിച്ച് അതിൽ നിന്നും വരുന്ന പെൺകുട്ടികളെ പാർപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. നിർഭയ കേസിന് ശേഷമാണ് അത് മാം തുടങ്ങിയത്. അങ്ങനെയുള്ള വിക്ടിംസ് ആയി പോകുന്നവര്, അങ്ങനെ ആരെങ്കിലും റേപ്പ് ചെയ്ത് അവരുടെ ലൈഫ് തന്നെ സ്പോയിൽ ആയി പോകുന്ന പെൺകുട്ടികളെ ചിലപ്പോൾ ഏറ്റെടുക്കാൻ ആരും ഉണ്ടാവില്ല. ഈ പെൺകുട്ടികളെ ഏറ്റെടുക്കുന്ന ഒരു സപ്പോർട്ട്, സോഷ്യൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വേണം. അപ്പൊ ആ സോഷ്യൽ സപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തതാണ്. നെക്സ്റ്റ്, പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഫർദർ ഹാം. കൂടുതൽ അപകടത്തിൽ നിന്നും അവരെ ഹെൽപ്പ് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. നമ്മൾ ഒരു ദിവസം പോയി അവരോട് സംസാരിച്ചു, മേ ബി ചിലര് പിറ്റേ ദിവസവും നമ്മളെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അവർക്ക് ഓപ്പൺ അപ്പ് ആവാൻ, മനസ്സ് തുറക്കാൻ ചിലർക്ക് നല്ല കാമായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള സെഷൻസ് പല സെഷൻസ് ആയിട്ട് വെക്കുന്നത്. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ അവർ ഓക്കെ ആണെന്ന് തോന്നിയാലും നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്യണം. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അവർ പോകാതെ അവരെത്രയും സേഫ് ആക്കുക എന്നുള്ളത്. പിന്നെ 7 തീംസ് വരുന്നതാണ് PFA. ഇപ്പൊ ഏതൊക്കെയായിരുന്നു? ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാമോ? അറിയില്ല, ഉറങ്ങിപ്പോയതില്ലല്ലോ അല്ലെ? എന്ന് പറഞ്ഞു. ആദ്യം നമ്മൾക്ക് അവർക്ക് കൊടുക്കേണ്ടത് പ്രാക്ടിക്കൽ കെയറും സപ്പോർട്ടും ആണ്. രണ്ടാമത് അവരുടെ നീഡ്സും കൺസേണും നമ്മളൊന്ന് അനലൈസ് ചെയ്യണം, അസസ് ചെയ്യണം. അത് വേറൊന്നിനുമല്ല, പ്രയോറിറ്റൈസ് ചെയ്യാനാണ്. ഏറ്റവും ആദ്യം അവർക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നീഡ്സും കൺസേൺസും അസസ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് ബേസിക് നീഡ്സ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. ഫുഡ്, ഷെൽട്ടർ, വാട്ടർ, ക്ലോത്ത്സ്, ദെൻ ഇൻഫർമേഷൻ. പിന്നെ അവരെ കേൾക്കുക, പക്ഷെ അവരെ പ്രഷറൈസ് ചെയ്യരുത്, കാര്യങ്ങൾ പറയാം. ചിലപ്പോൾ അവർക്ക് സമയം വേണ്ടി വരും, ഓപ്പൺ അപ്പ് ആവാൻ അവർക്ക് സമയം വേണ്ടി വരും. അതുകൊണ്ട് പ്രഷറൈസ് ചെയ്യാതെ അവരെ കേൾക്കുക, അവരെ കംഫർട്ട് ചെയ്യിക്കുക, അവരെ കൂടുതൽ കാം ആകാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. കംഫർട്ട് ദം ആൻഡ് ഹെൽപ്പ് ദം ഫീൽ കാം. പിന്നെ ഇൻഫർമേഷൻസുമായിട്ട് അവരെ കണക്ട് ചെയ്യിക്കുക. അവർക്ക് വേണ്ടുന്ന സർവീസസ്, സോഷ്യൽ സപ്പോർട്ട്, അത് ചിലപ്പോൾ ട്രസ്റ്റിന്റെ ആവാം, ലോക്കൽ അതോറിറ്റീസിന്റെ ആകാം, ഗവൺമെന്റിന്റെ ആകാം, ഏതെങ്കിലും സോഷ്യൽ ഓർഗനൈസേഷൻസ് ആകാം, NGO പോലുള്ള അങ്ങനെ എന്തെങ്കിലും ഉള്ള ഓർഗനൈസേഷൻസ് ആകാം. പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഫർദർ ഹാം. കൂടുതൽ ഹാം ആകുന്നതിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുക. ഇത്രയുള്ളൂ PFAയുടെ 7 തീംസ് എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെന്റ് അല്ല, കൗൺസിലിംഗും അല്ല. അതുപോലെ തന്നെ ഇവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നോട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഡയഗ്നോസ് ചെയ്യുന്നതും അല്ല. അതൊരു പ്രൊഫഷണൽ ജോബ് അല്ല. ഇത് അവരെ നമ്മൾ ഹൃദയം കൊണ്ട് കേൾക്കുക എന്നുള്ളത് മാത്രമാണ്. അവരെ കേൾക്കാൻ ഒരാളുണ്ടാകുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് കിട്ടാനുള്ള സപ്പോർട്ടും കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് കുറെ കാശ് കൊടുക്കുക എന്നുള്ളതല്ല ഇതിന്റെ ഒരു സൊല്യൂഷൻ. അവർക്ക് സപ്പോർട്ടുകൾ കിട്ടാനുള്ള ഇടങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക.
പിന്നെ ലോങ് ടേം റിക്കവറി, ഇങ്ങനെ ഒരു ഷോക്ക്, ഇങ്ങനെ ഒരു ഇൻസിഡന്റിൽ പെട്ടുപോയ അങ്ങനെയുള്ള ആളുകൾക്ക് ലോങ് ടേം റിക്കവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ 3 ഹെൽപ്ഫുൾ ഫാക്ടേഴ്സ് ഉണ്ട്. അത് അവരെ എപ്പോഴും സേഫ് ആൻഡ് കാം ആക്കുക, അവരെപ്പോഴും മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തുക, അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അവരെ സഹായിക്കുന്ന മറ്റ് സപ്പോർട്ടിങ് ഏജൻസീസ് അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നിർത്തുക. അതാണ് ഒന്നാമത്തെ ഫാക്ടർ. പിന്നെ നല്ലപോലെ അവരവരുടെ കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയായിരിക്കാം, ഇങ്ങനെ ഇൻസിഡന്റ് സംഭവിച്ചവരാകെ ഡൗൺ ആയി പോയിട്ടുണ്ടാവും, അവരെ അതിന് പ്രാപ്തരാക്കുക. ഫീലിംഗ് ഏബിൾ ടു ഹെൽപ്പ് ദംസെൽസ്, അവരുടെ കാര്യങ്ങൾ അവർക്ക് തന്നെ ചെയ്യാവുന്ന രീതിയിൽ അവരെ കേപ്പബിൾ ആക്കുക. പിന്നെ അസസ് ടു സപ്പോർട്ടിലേക്ക് അവരെ കണക്ട് ചെയ്യുക. ഇതാണ് ലോങ് ടേം റിക്കവറിക്ക് ഹെൽപ്പ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ്. സോറി. ഇനി എങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ നീഡി പീപ്പിൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ PFA എങ്ങനെയുള്ള ആളുകൾക്കാണ് വേണ്ടത്? ചില ആളുകൾ എന്തെങ്കിലും ഒരു ആക്സിഡന്റിലോ വേറെ രീതിയിലുള്ള അപകടങ്ങളിലോ ഒക്കെ പറ്റി ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറീസ്, അതായത് അവരുടെ ലൈഫ് ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള പല ഇഞ്ചുറീസ് ഉണ്ടാകാം. അതുപോലെ തന്നെ എമർജൻസി കെയർ, അവർക്ക് PFA ആവശ്യമുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പാലിയേറ്റീവ് കെയറിനെ കുറിച്ച്. പാലിയേറ്റീവ് കെയർ സാധാരണ എന്താണ് ചെയ്യുന്നത്? വയ്യാത്ത ആൾക്കാരെയൊക്കെ നോക്കിയിട്ട് ആ വീട്ടിൽ വന്നിട്ട് സഹായിക്കുവരാണ്. പിന്നെ നമുക്ക് അവിടെ കാലുകൊണ്ടൊന്നും വയ്യെങ്കിൽ നമുക്ക് വീൽ ചെയർ ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവര് എന്ത് പറഞ്ഞു അത്ര മിനിറ്റ്സ് അവര് വന്നിട്ട് കുറേ സമയം ഇരുന്ന് സംസാരിക്കാറില്ലേ? വന്ന് ഓടി പോവാറില്ലല്ലോ. അതാണ് ശരിക്കും, അത് തന്നെയാണ് PFA എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കര ഇനി എന്നാ വരുന്നേന്നാ അവിടെ ബാക്കി വീട്ടുകാർ ചോദിക്കുന്നത്. ഇനി എന്ന് വരും? എല്ലാ ആഴ്ചയിലും ഞാൻ പോയിട്ടുണ്ട് പാലിയേറ്റീവ് കെയറുകാരുടെ ഒപ്പം. അന്ന് ഡിമെൻഷ്യ ഉള്ള പേഷ്യൻസ് എന്ന് പറയാൻ പറ്റില്ല, ഡിമെൻഷ്യ ഒരു അവസ്ഥയാണ് അല്ലെ, അങ്ങനെയുള്ള വീടുകളിലാണ് പോയത്. പക്ഷെ ഡിമെൻഷ്യയുടെ നമുക്കറിയാം, ഡിമെൻഷ്യ ബാധിച്ചവർക്ക് അവർക്ക് നമ്മൾ ആരാന്നും കൂടെ അറിയില്ല. അപ്പൊ അവിടെ നമ്മൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യാറ്? അവരുടെ ഫാമിലിയെ. അതെ, അവരുടെ ഫാമിലിക്കാണ് ശരിക്കും സപ്പോർട്ട് വേണ്ടത്. കാരണം അവരാണ് മെന്റലി ഡൗൺ ആയിട്ടിരിക്കുന്നത്. ഡിമെൻഷ്യ ബാധിച്ചവർക്ക് അവർക്കൊന്നും അറിയില്ല, ആ ഒരു സെൻസേ ഇല്ല. ഞാൻ പോയ വീടുകളില് ഒരു സാർ ഉണ്ടായിരുന്നു, സാറിനായിരുന്നു ഡിമെൻഷ്യ. ഞങ്ങൾ ചെല്ലുമ്പോ ആൾ ഉറങ്ങുമായിരുന്നു കേട്ടോ. ഏതോ നല്ല ഗവൺമെന്റിൽ നല്ലൊരു പൊസിഷനിൽ ഇരുന്ന് റിട്ടയർ ആയ വ്യക്തിത്വമാണ്. എല്ലാരും വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഡിമെൻഷ്യ ബാധിച്ചപ്പോ ആൾ എന്തായിരുന്നു അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് പെരുമാറുന്നത്. വീടിനകം മുഴുവൻ ഓടി നടക്കുക, കണ്ണ് തെറ്റിയ പുറത്തേക്ക് ഓടുക, സൈക്കിൾ എടുത്ത് ഇങ്ങനെ പാഞ്ഞു പോവുക, പോവുക, സൈക്കിളിൽ ഇരുന്നുകൊണ്ട് പോവുക, ഇങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹം ചെയ്തത്. വീട്ടിൽ ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ ഭയങ്കര റെസ്പെക്ട് തോന്നിയത് ആ വീട്ടിലെ മെമ്പേഴ്സിനോടാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ, അവരാണല്ലോ ഏറ്റവും അധികം സഫർ ചെയ്യുന്നത്. അവരുടെ കണ്ണുകളിൽ അത് കാണാനായിട്ട് പറ്റും. അവർ പറഞ്ഞെന്താണെന്നറിയോ? ഉറങ്ങുമ്പോഴാണ് ഒരു സമാധാനം, അല്ലെങ്കിൽ പ്രശ്നമാണ്. പിന്നെ അവരുടെ ഡോക്ടറിലോ എനിക്ക് അവരോട് ഭയങ്കര ഒരു റെസ്പെക്ട് തോന്നി, സ്നേഹത്തെക്കാൾ ഉപരി. അവര് നല്ല രീതിയിൽ ട്യൂഷൻ സെന്റർ നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിന്റെ ഡെസ്കും ബെഞ്ചുകളും അവിടെ കാണാം. 10-40 പിള്ളേര് ട്യൂഷൻ നന്നായി നടത്തുന്ന നല്ലൊരു ഇൻകം സോഴ്സും കൂടിയായിരുന്നു അവർക്ക്. പക്ഷെ അച്ഛന് ഡിമെൻഷ്യ വന്നപ്പോ ഈ ട്യൂഷൻ എടുക്കാൻ പറ്റുന്നില്ല. കാരണം ആൾ ഓടി വരിക, അവിടെ മുഴുവൻ പോയി നടക്കുക, അങ്ങനെയൊക്കെ ആയപ്പോ പുള്ളിക്കാരി ട്യൂഷൻ നിർത്തി. പക്ഷെ അത് വളരെ കൂളായിട്ടാ പറയുന്നത്. അല്ലാതെ എനിക്കത് അച്ഛനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി എന്നൊന്നും പറയുന്നില്ല. ഞാനത് നിർത്തി. ഇപ്പോഴത്തെ ഒരു അവസരത്തില് ട്യൂഷൻ വേണ്ട, അച്ഛനെ നോക്കുക. പിന്നെ അതുമല്ല, കുട്ടികളുടെ മുന്നിൽ അച്ഛൻ ഒരു ഇതാവണ്ടല്ലോ, അച്ഛന്റെ റെസ്പെക്ട് പോകണ്ട എന്ന് കരുതിയിട്ടാണ് ട്യൂഷൻ നിർത്തിയത്. ഒഴിഞ്ഞ ബെഞ്ചുകളും ഡെസ്കുകളും ഒക്കെ അവിടെ കാണാൻ പറ്റിയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ അടുത്ത് അങ്ങനെയുള്ള വീടുകളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് നമ്മളോട് കുറേ നേരം ഇരുന്നിങ്ങനെ സംസാരിക്കും. ഇറങ്ങാൻ നിർത്തി ഇനി എന്നാ വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് നമ്മളെ വരുന്നത്. എല്ലാ വീടുകളിലും അതൊക്കെയാണ്. അപ്പൊ അതാണ് PFAയുടെ ഒരു കാര്യം. അവിടെ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും അല്ല ചെയ്യുന്നത്. നഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവും, അവരുടെ കുറച്ച് വൈറ്റൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യും.
അത്രയും കാര്യങ്ങളേ ഉള്ളൂ. എന്തെങ്കിലും മെഡിസിൻസോ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അവിടുന്ന് പോരും. പിന്നെ ചില ഷോക്കിംഗ് ഇൻസിഡൻസ് ഒക്കെ നടക്കുമ്പോൾ അതിന് ഇരയാകുന്നത് അമ്മമാരായിരിക്കും. അവർക്ക് അവരുടെ കുട്ടികളെ നോക്കാൻ പറ്റാതെ വരിക, അങ്ങനെയൊക്കെ വരുന്ന അവർക്കൊക്കെ PFA ആവശ്യമാണ്. പിന്നെ ചിലര് സെൽഫ് ഹാം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, സൂയിസൈഡ് ടെൻഡൻസി, അവർക്ക് PFA ആവശ്യമാണ്. മറ്റുള്ളവരെ ഹാം ചെയ്യുന്നത് അങ്ങനെയുള്ള വ്യക്തികളും ഉണ്ടായിരിക്കും. ഞാൻ ഫേസ് ചെയ്തൊരു ഇൻസിഡന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്നെ കാണാൻ വരുന്ന ഒരാള്, അയാൾ കോൺഷ്യസ് ആണ് അതിനെപ്പറ്റി, അയാൾ ആരെങ്കിലും ഹാം ചെയ്യുമെന്ന് അയാൾക്ക് പേടി. എന്റെ മുന്നിലിരുന്ന പേന എടുത്തിട്ട് അയാൾ ഇങ്ങനെ പറയും, പേന വെച്ച് ഞാൻ മാമിനെ കുത്തുമോ എന്ന് എനിക്ക് പേടിയും, അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പൊ അയാൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷെ അത് അയാളുടെ എന്തോ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിൽ ഉണ്ടായ റിഫ്ലക്ഷൻ ആണ്. അപ്പൊ എനിക്ക് മനസ്സിലായിരുന്നു അയാളെ വെറുതെ കേട്ടിട്ട് കാര്യമില്ല, അയാൾക്ക് വേണ്ടത് മെഡിക്കേഷൻ തന്നെയാണ്, ഡോക്ടറെ തന്നെ കാണണമായിരുന്നു. അപ്പൊ ഞാനെന്ത് പറഞ്ഞു, അയാൾ അതിന് റെഡി ആയിരുന്നു, പോയി. പിന്നീട് എന്താണെന്നത് എനിക്കറിയില്ല. പിന്നെ പലപ്പോഴും ബ്രോക്കൺ ഫാമിലീസിൽ നിന്ന് വരുന്ന കുട്ടികൾ, അവരുടെ വല്ലാത്തൊരു അവസ്ഥയായിരിക്കും അവര്. അല്ലെങ്കിൽ അച്ഛൻ നഷ്ടപ്പെട്ട കുട്ടി, അമ്മ നഷ്ടപ്പെട്ട കുട്ടി, രണ്ടുപേരും നഷ്ടപ്പെട്ട കുട്ടികൾ, അവർക്കെല്ലാം. പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ, അബ്യൂസ്, അതിനെല്ലാം ഇരയായിട്ടുള്ള കുട്ടികൾ, അഡോളസൻസ്. പിന്നെ പ്രായമാകുമ്പോൾ ഒരു ഡിപ്രഷൻ വരും, ചിലർക്കൊരു ഡെസ്പയർ, നിരാശ, ഞാൻ ഈ ജീവിതത്തിൽ എന്ത് ചെയ്തു, ഒന്നും നേടിയിരുന്നു, എന്റെ ജീവിതം ഒരു പരാജയം, അങ്ങനെയൊക്കെ കഴിച്ച് ഡിപ്രഷനിലേക്ക് പോകുന്ന ആളുകളുണ്ടാവും. പിന്നെ പ്രഗ്നന്റ് വുമൺ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും പ്രഗ്നൻസി ടൈമിലും ആഫ്റ്റർ ഡെലിവറി ഓൾസോ. പോസ്റ്റ് മോർട്ടം സിൻഡ്രോം എന്നുള്ളൊരു ഡിപ്രസീവ് മൂഡിലേക്ക് പോകാറുണ്ട്. അങ്ങനെയൊക്കെ. പിന്നെ വിഷ്വൽ ആൻഡ് ഹിയറിംഗ് ഡിഫിക്കൽട്ടീസ്, ജന്മനാ ഉള്ളവര് അഡാപ്റ്റഡ് ആയിട്ടുണ്ടാകും, പക്ഷെ പെട്ടെന്ന് കണ്ണിന് കാഴ്ച പോവുക, അങ്ങനെയൊക്കെ. പിന്നെ പെട്ടെന്ന് ചെവി കേൾക്കാതൊക്കെ വരുമ്പോഴേക്കും ഒരു ഡിപ്രസീവ് മൂഡിലേക്ക് പോകാം. അവരെയെല്ലാം നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. അവർക്ക് മെഡിക്കൽ കെയർ വേണമെങ്കിൽ അതെല്ലാം നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. മറ്റ് സർവീസുകളൊക്കെ വേണമെങ്കിൽ അതൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് പ്രോബ്ലംസ് ഉള്ളവർ ചിലപ്പോൾ സബ്സ്റ്റൻസ് യൂസ് ചെയ്ത സമയത്ത് ഔട്ട് ഓഫ് കൺട്രോൾ, ഔട്ട് ഓഫ് മൈൻഡ് ആയിട്ട് ബോധമില്ലാതെ പലതും പെരുമാറി കാണും. ബോധത്തിൽ വരുമ്പോഴേക്കും അതിനെക്കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നവര്. പിന്നെ വീട് നഷ്ടപ്പെടുക, ഫാമിലിയെ നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ വന്നവര്. ഒരു നാച്ചുറൽ കലാമിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ സംഭവിക്കാല്ലേ, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, അങ്ങനെയൊക്കെ വരുമ്പോ. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഷോക്കിംഗ് സീനൊക്കെ കണ്ടിട്ടുള്ളവര്, അവർക്കും ഇതുപോലെ വരാം. എപ്പോഴും ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മളിപ്പോ PFA പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആണ് വേണ്ടത്. നമ്മൾ പറയേണ്ടതും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഉണ്ട്. ഡൂസ് ആൻഡ് ഡോൺസ്, അതാണ് ഞാൻ നെക്സ്റ്റ് പറയുന്നത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന PDF കുറെ കാര്യങ്ങളുണ്ട്, സമയം കിട്ടുമ്പോൾ വായിക്കാം. അതിലെ മെയിൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് ഒരു ഡിഗ്രി സ്റ്റുഡൻസിന്റെ സൈക്കോളജി റിലേറ്റഡ് എന്തോ ഡിഗ്രി കോഴ്സിന്റെ ഒരു ചാപ്റ്റർ ആണ് അത്. ശരിക്കും 28ഓളം പേജ് ഉണ്ടെന്ന് തോന്നുന്നു. ഡൂസ്, നമ്മൾ എപ്പോഴും ഹോണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. സിൻസിയാരിറ്റി, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നമ്മളുടെ ഒരു അലങ്കാരമായി തന്നെ നമ്മൾ കൊണ്ടുപോകണം. അത് ഉപേക്ഷിക്കുകയും ചെയ്യരുത് നമ്മളുടെ മനസ്സിൽ. ജോലി ചെയ്യുകയാണെങ്കിലും, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിലും, റിലേഷൻഷിപ്പിലാണെങ്കിലും, ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും, കൊച്ചുകുട്ടികളുടെ അടുത്താണെങ്കിലും, സിൻസിയാരിറ്റി, ആത്മാർത്ഥത, അത് വേണം. അപ്പൊ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. പലപ്പോഴും ഈ വ്യക്തികൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പേഴ്സണൽ അഭിപ്രായം നമ്മുടെ മനസ്സിലുണ്ടാകും. പക്ഷെ അതൊക്കെ നമ്മളൊരു സൈഡിൽ വെക്കുക, അത് പ്രകടിപ്പിക്കേണ്ട സ്ഥലമല്ല. പിന്നെ ചില സമയത്ത് നമ്മൾ ചെല്ലുമ്പോഴേക്കും ആദ്യം തന്നെ അവര് റിബൽ ആയിട്ട് പെരുമാറും. എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട എന്ന് പറയും. അപ്പൊ നമുക്ക് ദേഷ്യപ്പെടില്ല വേണ്ടത്, വളരെ കാമായിട്ട് അവരോട് പറയണം. ഇപ്പൊ വേണ്ടെങ്കിൽ സാരമില്ല, എപ്പോഴെങ്കിലും അവരുടെ ഒരു സപ്പോർട്ട് വേണമെന്ന് തോന്നിയാൽ ഒട്ടും മടിക്കാതെ വിളിക്കാം എന്ന് പറയണം. പിന്നെ വരുന്ന വ്യക്തിയുടെ കൾച്ചർ ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കാം. ഏജ്, ജെൻഡർ, സ്ത്രീയാകാം, പുരുഷനാകാം, അതർ ജെൻഡേഴ്സ് ആകാം. അപ്പൊ അതിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ട് വേണം നമ്മൾ പെരുമാറാൻ. പിന്നെ എപ്പോഴും ഒരു ശാന്തമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും, അവരുടെ ശ്രദ്ധ പോകും. ഓക്കെ, അങ്ങനെ ശാന്തമായ ഒരു സ്ഥലം.
സെലക്ട് ചെയ്യണം. ഒരു മിനിറ്റ് തരൂ. കോള് വന്നതുകൊണ്ടാ. ഓക്കെ, ഒരു ശാന്തമായ സ്ഥലം ഒന്ന് തിരഞ്ഞെടുക്കണം. ഔട്ട്സൈഡിൽ നിന്നുള്ള ഡിസ്ട്രാക്ഷൻ, ആ ഒരു ഡിസ്ട്രാക്ഷനിൽ നിന്ന് ഒഴിവാകുന്ന രീതിയിൽ. പിന്നെ എപ്പോഴും ആളുകളെ റെസ്പെക്ട് ചെയ്യുക. നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആൾ എന്തുമായിക്കോട്ടെ അവരെ റെസ്പെക്ട് ചെയ്യുക. അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്, അതിനെയും റെസ്പെക്ട് ചെയ്യും. പിന്നെ പ്രൈവസി, അത് റെസ്പെക്ട് ചെയ്യും. എപ്പോഴും ആളുകളുടെ ഇടയിൽ കൂട്ടം കൂടിയിരുന്ന് അങ്ങനെ അവരോട് സംസാരിക്കും. അവർക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് തന്നെ മറ്റുള്ളവർ കേൾക്കാത്ത രീതിയിൽ വേണം സംസാരിക്കാൻ. പിന്നെ അവർ പറയുന്ന അവരുടെ കഥ അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം. അതാണ് വേണ്ടത്. പിന്നെ അതല്ല, നമുക്ക് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളെക്കാൾ കുറച്ചുകൂടെ പ്രൊഫഷണലി ആയ ഒരാളുടെ സപ്പോർട്ട് ഇയാൾക്ക് വേണം. സോ അയാളുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് അയാളോട് ചോദിക്കാം, എനിക്ക് അങ്ങനെ തോന്നുന്നു, ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യട്ടെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ. അങ്ങനെ അയാള് സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു ആളുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ആളുടെ അടുത്ത് തന്നെ ഇരിക്കണം, പക്ഷെ ഒരു അപ്രോപ്രിയേറ്റ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഞങ്ങളൊക്കെ സാധാരണ ഇരിക്കാറ് 4 o'clock എന്നുള്ള ഒരു രീതിയിലാണ്. അതായത് നേർക്ക് നേരെ ഇരിക്കാതെ ഒരാൾ ഇരിക്കുന്നതിന്, അതായത് നമ്മൾ 4 മണി ക്ലോക്കിന്റെ ആ സൂചികൾ വീടിൽ അറിയാലോ, ഒരെണ്ണം ഇങ്ങനെ നേരെ 4ന്റെ ആ ഒരു രീതിയിൽ ഇങ്ങനെ വേണം നമ്മൾ ഇരിക്കും. പിന്നെ നമ്മളുടെ സേഫ്റ്റി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം ഈ വ്യക്തി ചിലപ്പോൾ ഔട്ട് ബേസ്റ്റ് ചെയ്യാം, ചിലപ്പോ വയലന്റ് ആകാം, അത് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഒരു റൂമിലാണെങ്കിൽ റൂമിന്റെ വാതിൽ എവിടെയാണോ ആ പൊസിഷനിൽ നമ്മൾ ഇരിക്കണം. നമ്മുടെ ഓപ്പോസിറ്റ് ഈ 4 o'clock രീതിയിൽ ഈ വ്യക്തി ഇരിക്കണം. പെട്ടെന്ന് അയാൾ വയലന്റ് ആവുകയാണെങ്കിൽ നമുക്ക് പുറത്തിറങ്ങിയ ഒരു സപ്പോർട്ട് ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എണീറ്റ് പോകാനായിട്ട് പറ്റും. അപ്പൊ അതിലൂടെ നമ്മൾ അപ്പുറത്തെ സൈഡിലായിരിക്കുന്നെങ്കിൽ ഇയാള് വേഗം വാതിൽ കുറ്റിയിട്ടാൽ എന്ത് ചെയ്യും അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റിയും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ആളുടെ പ്രായം, ജെൻഡർ, കൾച്ചറൊക്കെ അനുസരിച്ച് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. അടുത്തേക്ക് ഇരിക്കണം എന്ന് പറയുന്നത് അവർ ചിലപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും, നമുക്ക് കേൾക്കണമല്ലോ. പക്ഷെ എന്നാലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. നമ്മൾ വളരെ പേഷ്യന്റ്, കാം ആയിരിക്കാം. അവർ പറയുന്നത് ചിലപ്പോൾ നമുക്ക് പലതും ഡൈജസ്റ്റ് ആവണുണ്ടാവില്ലായിരിക്കാം, പക്ഷെ നമ്മള് വളരെ ക്ഷമയോടുകൂടി ഇരിക്കാം. നമുക്ക് അയാൾ ചോദിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ അറിയാമെങ്കിൽ അത് അവരോട് ഷെയർ ചെയ്യുക. ഇല്ലെങ്കിൽ അവരോട് പറയുക, എനിക്കറിയില്ല, ഞാനത് അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ വളരെ ഓണസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അവരോട് പെരുമാറും. പിന്നെ കൊടുക്കുന്ന ഇൻഫർമേഷൻ വളരെ സിമ്പിൾ ആയിട്ട് കൊടുക്കണം. അയാൾക്ക് മനസ്സിലാകണം. നമ്മൾ ഭയങ്കര ടെക്നിക്കൽ ടേംസും ഇംഗ്ലീഷും ഒക്കെ യൂസ് ചെയ്തിട്ടല്ല ചെയ്യണ്ടേ. അയാൾക്ക് മുന്നിലിരുന്ന ആൾക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. പിന്നെ അവര് പലതും പറയുമ്പോൾ നമ്മളത് അക്നോളജ് ചെയ്യണം. എന്നാലാണ് നമ്മൾ ശരിക്കും അത് കേൾക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാകുള്ളൂ. അവർ ചിലപ്പോൾ അവരുടെ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടാവാം, അവരുടെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമുക്ക് പറയാം, ഐ എം സോ സോറി, ഐ ക്യാൻ ഇമാജിൻ ദിസ് ഇസ് വെരി സാഡ് ഫോർ യു. എനിക്ക് മനസ്സിലാകും എത്രത്തോളം നിങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ലപോലെ തന്നെ മനസ്സിലാകുന്നുള്ള ആ രീതിയിൽ അക്നോളജ് ചെയ്യാം. ഓക്കെ, നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്, നമ്മൾ ഹെൽപ്പ് ചെയ്യുവാണല്ലേ, സപ്പോർട്ട് ചെയ്യുക, അതിന്റെ പേരിൽ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. അയാളോട് ഡിമാൻഡ് ചെയ്യരുത് മണി അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം തിരിച്ചെനിക്ക് വേണം, ആ ഒരു രീതിയിൽ ഡിമാൻഡ് ചെയ്യരുത്. പിന്നെ തെറ്റായ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യരുത്. തെറ്റായ വാഗ്ദാനങ്ങളും ഫോൾസ് പ്രോമിസസും കൊടുക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര കഴിവുണ്ട് എന്ന് പറഞ്ഞ് അത് എക്സാഗറേറ്റ് ചെയ്യരുത്. നമ്മുടെ ജോലി എന്താ? അവരെ കേൾക്കുക, അവരെ കാമാക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക, അല്ലാണ്ട് നമ്മുടെ കഴിവിനെ പുകഴ്ത്തി പറയുകയല്ല വേണ്ടത്. പിന്നെ ഫോഴ്സ് ചെയ്യരുത്. അവരെ ഒരിക്കലും ഒരു കാര്യങ്ങൾക്കും ഫോഴ്സ് ചെയ്യരുത്. പിന്നെ അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ അവരെ ടച്ച് ചെയ്യരുത്. കുട്ടികളൊക്കെ ആണെങ്കിൽ ടച്ച് അതൊരു വല്ലാത്ത ഫീൽ തന്നെ അവരിൽ ഉണ്ടാക്കും. അതേസമയം നമുക്ക് തോന്നുവാണ് ആളുടെ പ്രായം, ആളുടെ ജെൻഡർ ഒക്കെ അനുസരിച്ച് ടച്ച് ചെയ്യണ്ട, അതവിടെ അപ്രോപ്രിയേറ്റ് അല്ല എന്ന് തോന്നുവാണെങ്കിൽ അത് ചെയ്യരുത്. പിന്നെ അവര് ചെയ്തതും അവരുടെ ഫീലിങ്സിനെയും ഒരിക്കലും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോകരുത്. അത് PFA മാത്രല്ല, നമ്മളുടെ ലൈഫിന്റെ ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ ആരെയും
ജഡ്ജ് ചെയ്യാൻ പോകരുത്. നമുക്ക് ജഡ്ജ് ചെയ്യാം, നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാം. സെൽഫ് ജഡ്ജ്മെന്റൽ, സെൽഫ് അനാലിസിസ്, സെൽഫ് ക്രിട്ടിസൈസിസ്. നമ്മളെ അനലൈസ് ചെയ്യണം, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യണം, നമ്മളെ ജഡ്ജ് ചെയ്യാണ് വേണ്ടത്, ഒരിക്കലും മറ്റൊരാളെയല്ല. പിന്നെ അയാള് വളരെ വിഷമിച്ചൊരു കാര്യം പറയണത്, ഇത്രയ്ക്ക് ഫീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഒരിക്കലും പറയരുത്. ഓരോരുത്തർക്കും അവരുടെ വിഷമം തന്നെയാണ്. നമുക്ക് കേൾക്കുമ്പോ തോന്നും ഇതിനേക്കാൾ കൂടുതൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നുമായിരിക്കും. ബട്ട് റെസ്പെക്ട്, നിങ്ങൾ രക്ഷപ്പെട്ടതിൽ നിങ്ങൾക്ക് ഭാഗ്യവാനാണെന്നോ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നും ഒരിക്കലും പറയരുത്. ചിലപ്പോ ഡ്രൈവർ ആയിരിക്കാം, ബാക്കി എല്ലാരും മരിച്ചു പോയിട്ടുണ്ടാവും, അയാളുടെ ഫീൽ എന്താ, അയാൾ ഗിൽറ്റി ഫീൽ ആയിരിക്കും എന്നും ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് പറയരുത്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറയരുത്. പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസ് യൂസ് ചെയ്യരുത്, വേറൊരാളുടെ കഥ പറയരുത്. പിന്നെ നിങ്ങൾ അനുഭവിച്ച വേദനകൾ, അന്ന് നമ്മൾക്ക് ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും, അതൊന്നും പറയരുത്. പിന്നെ ആ ആളുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ സോൾവ് ചെയ്യാന്നുള്ള രീതിയിൽ ഒരിക്കലും ആക്ട് ചെയ്യരുത്. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, നമുക്ക് എല്ലാം ഒന്നും സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡോൺസിലും ഡൂസ് ആൻഡ് ഡോൺസ് നമ്മൾ വരുന്നത്. പിന്നെ 3 ആക്ഷൻ പ്രിൻസിപ്പിൾസ് ഉണ്ട് PFAയില്. ഫസ്റ്റ് വൺ ലുക്ക്, സെക്കൻഡ് വൺ ലിങ്ക്, ലിസൺ. ഈ 3 ആക്ഷൻ ലുക്ക്, ലിസൺ ആൻഡ് ലിങ്ക്. ഓക്കെ, ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവരുടെ സേഫ്റ്റി, അവരുടെ ബേസിക് നീഡ്സ്, അവരെ സേഫായ ഒരു സ്ഥലത്തെത്തിക്കുക, അവരെ സേഫ് ആക്കുക. പിന്നെ അവർ സേഫ് അല്ല എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അവരെ സേഫായ സ്ഥലത്തിലേക്ക് എത്തിക്കാനായിട്ട് വേണ്ടുന്ന ഹെൽപ്പ് ചെയ്തു കൊടുക്കുക. പിന്നെ അവർക്ക് വേണ്ടുന്ന ബേസിക് നീഡ്സ് അതൊക്കെ എന്താണെന്ന് നമുക്കറിയാം. നമ്മളുടെ ലിമിറ്റ്സും ലിമിറ്റേഷൻസും നമ്മുടെ റോളും മനസ്സിലാക്കിയിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. ഓക്കെ, ഇനി ലിസൺ, കേൾക്കുക. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അവരെ കംഫർട്ടബിൾ ആക്കുക, വെള്ളം വേണമെങ്കിൽ വെള്ളം ഓഫർ ചെയ്യുക, ഒരു സേഫർ പ്ലേസിലേക്ക് കൊണ്ടുപോവുക, അവരെ കേൾക്കുക. അവരെ ഫോഴ്സ് ചെയ്യിക്കരുത്, കേൾക്കുന്നത് അതേ കൊണ്ട് തന്നെ കേൾക്കണം. എപ്പോഴും വളരെ കാമായിട്ട്, വളരെ പേഷ്യൻസോട് കൂടി ശ്രമിക്കുക. നമ്മളൊരു റോൾ മോഡൽ, നമ്മളെ കാണുമ്പോൾ അവർക്ക് തോന്നുന്നു എത്ര കാമാണ്, ഞാൻ പറയുന്നത് എത്ര ക്ഷമയോടുകൂടെ കേട്ടു. ചിലപ്പോൾ ഒരു കാര്യം തന്നെ 10 പ്രാവശ്യം അവർ പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ ചിലപ്പോ പറയാൻ കുറെ സമയം സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാവാം. അവര് തന്നെ ചിന്തിക്കും. അപ്പൊ അവര് നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രകാശം അവരിലേക്ക് കിട്ടുന്നെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. ദെൻ ലിങ്ക്, അവരെ ഹെൽപ്പ് ചെയ്യുക, കണക്ട് ചെയ്യുക. അവരുടെ നീഡ്സ്, അവർക്ക് വേണ്ട ഇൻഫർമേഷൻസിലേക്ക് എല്ലാം അവരെ കണക്ട് ചെയ്യുക. അവർക്ക് സർവീസസ്, അതുപോലെ ഓർഗനൈസേഷൻ, ട്രസ്റ്റ്, ഗവൺമെന്റ് അതോറിറ്റി ഒക്കെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ പേഴ്സണലി ആരെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നുണ്ടാവും, സ്പോൺസേഴ്സ് ഉണ്ടാവാം. ഇതെല്ലാമായിട്ട് അവരെ ലിങ്ക് ചെയ്യുക, കണക്ട് ചെയ്യുക. ഇത് നമ്മൾ വായിക്കാട്ടോ. ലുക്ക്, ലിസൺ, ലിങ്ക്, ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ റെസ്റ്റ് ആൻഡ് റിഫ്ലക്ട്. ഇത്രയും പ്രശ്നങ്ങള്, വിഷമങ്ങള് കേട്ട് കഴിയുമ്പം നമ്മൾ ആകെ ഇങ്ങനെ സങ്കടം നിറഞ്ഞായിരിക്കും നമ്മളിൽ നിൽക്കാം. നമ്മുടെ കെയറും അത്യാവശ്യമാണ്. സെൽഫ് ഹീലിംഗ് അത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ റെസ്റ്റ് ചെയ്യുക, നമ്മളൊന്ന് ആ കടന്നുപോയ നിമിഷങ്ങളിലൂടെ കുറെ നേരം ആലോചിക്കുക. ഇയാളെ ഹെൽപ്പ് ചെയ്യാൻ ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ എത്രയോ പേരുണ്ട്, അവിടെയെല്ലാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കുറിച്ച് കുറച്ചു നേരം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത്രയുമാണ് PFAയുടെ കാര്യം വരുന്നത്. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മൾ കഴിഞ്ഞല്ലേ, എന്നിട്ടല്ലേ ഞാൻ PFA എടുത്തത്, ആണോ? ക്വസ്റ്റ്യൻസ് തന്നിരുന്നോ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ? PFAയും കൂടെ എടുത്തിട്ട് തരാം അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു. ആരും ഒന്നും പറയില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ മോഡ്യൂൾ 1 പാർട്ട് 1 ഇനി ഏതെങ്കിലും ലെസൺസ് എടുക്കാനുണ്ടോ? ഇല്ല മിസ്സേ, കഴിഞ്ഞല്ല. പാർട്ട് 1 മുഴുവൻ കഴിഞ്ഞു. പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്തോ? പാർട്ട് 2 രശ്മി മിസ് ചെയ്യുന്നുണ്ട്, അപർണ മിസ് രണ്ട് ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. ഓക്കെ, രശ്മി മിസ്സിന്റെ ഡിഫൻസ് മെക്കാനിസം എടുത്തോണ്ടിരിക്കുന്നു.
ഏത് മിസ്സാണ്? അപർണ മിസ്. പിന്നെ വേറെ ഏത് മിസ്സിന്റെ പേര് പറഞ്ഞാൽ കേട്ടില്ല. അശ്വതി മാം മാഡം. അശ്വതി മിസ്. ഓക്കെ. സോറി മിസ്, അശ്വതി മിസ് ആണ്. ഞാൻ രശ്മി മിസ് മാറിപ്പോയതാ. ഇത് ഓർത്ത് രശ്മി ഒരു മിസ് ഏതാന്ന് ഞാൻ എനിക്ക് ഇനി അറിയാവുന്നതാണോ എന്ന് വിചാരിച്ചു. ഓക്കെ. ഇല്ല മിസ്, പേര് മാറിപ്പോയതാ. അപ്പോ പാർട്ട് 2 യൂണിറ്റ് 1 എടുത്തോ. യൂണിറ്റ് 2 അപർണ മിസ് ആണ് എടുത്തേ. ഓക്കെ, ഞാൻ ഏതെടുക്കണം എന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ് കേട്ടോ. അപർണ മിസ് ഇപ്പൊ യൂണിറ്റ് 2 ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ. ഗ്രോത്ത് എടുത്തു. ഗ്രോത്ത് അല്ലേ അതിന്റെ മുന്നത്തെ ചാപ്റ്റർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തും അപർണ മിസ് എടുത്തു. ഓക്കെ. യൂണിറ്റ് 6 ഉണ്ട്. യൂണിറ്റ് 7 സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. കേട്ടോ. അതിൽ നമുക്ക് പാർട്ട് 2 2 സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് അറിയാലോ. യൂണിറ്റ് 1 തുടങ്ങി യൂണിറ്റ് 5 വരെ ചൈൽഡ് ഡെവലപ്മെന്റ്, യൂണിറ്റ് 6 തുടങ്ങി യൂണിറ്റ് 10 വരെ സൈക്കോളജി. അത് മനസ്സിലുണ്ടാവണം കേട്ടോ. പാർട്ട് 2 2 സബ്ജക്റ്റ് ആണ്. 10 യൂണിറ്റ്സിൽ ആദ്യത്തെ 5 യൂണിറ്റ്സ് ഒരു സബ്ജക്ട് ചൈൽഡ് ഡെവലപ്മെന്റ്, ബാക്കി റിമൈനിങ് 5 യൂണിറ്റ്സ് സൈക്കോളജി. ഓക്കെ. അപ്പൊ ഇപ്പൊ ചിന്തിച്ചു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം, മനസ്സിന്റെ ആരോഗ്യം, അതിന്റെ ഹൈജീൻ, കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖങ്ങള്, കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ്, അതിന്റെ പ്രിവെൻഷൻ, പ്രിക്വേഷൻ, അതിന്റെ മെഡിക്കേഷൻസ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ എങ്ങനെയാണ്, കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ദേ ആർ പ്രോൺ ടു ഡിസീസസ്, പെട്ടെന്ന് അസുഖങ്ങൾ അവർക്ക് വരാം. അപ്പൊ അവരുടെ ഇമ്മ്യൂണിറ്റി അവർക്ക് ആവുന്നത് അവർ അഡോളസൻസിലേക്ക് കടക്കാൻ തുടങ്ങുമ്പോൾ 6 years ഒക്കെ കഴിയുമ്പോഴാണ് അവര് റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് അവരുടെ ബോഡി, അല്ലെ? അതുവരെ അവർ അസുഖങ്ങൾ പെട്ടെന്ന് അവർക്ക് വരാം. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും വാക്സിനേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. വാക്സിനേഷൻ ശരിയായ രീതിയിൽ മനസ്സിലാക്കി വേണം കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യാൻ. ഇപ്പൊ അപ്ഡേറ്റഡ് ആകുന്നുണ്ട്. ഓരോ വർഷം കഴിയുന്നതോറും വാക്സിനേഷനിൽ പല രീതിയിലുള്ള അപ്ഡേഷൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിനൊരു ചാർട്ട് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാതെ അപ്ഡേറ്റഡ് വേർഷൻ അത് ഗൂഗിൾ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ കുട്ടികൾ വലുതായി ഇനി എന്തിനാ നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതല്ല, നമുക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അപ്ഡേറ്റഡ് ആയ വേർഷൻ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കണം, മനസ്സിന് മുറിവേറ്റാൽ അവരെ എങ്ങനെ നമ്മൾ കെയർ ചെയ്യണം, അത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചു. അപ്പൊ ആരൊക്കെയോ ചോദിക്കേണ്ടായി ഈ പല ബാച്ചുകളിൽ നിന്നും മോണ്ടിസോറി എന്ന് പറയുന്നത് ഇതാണോ പഠിക്കേണ്ടത്. നമ്മൾ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, കുട്ടികൾക്ക് ഉണ്ടാകാവുന്ന അസുഖങ്ങൾ, അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണം, അതിലെ പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ഇതൊക്കെ എത്രത്തോളം വേണം, അതില്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം, അല്ലെ? അത് കഴിഞ്ഞ് ഇനി കുട്ടികളുടെ വളർച്ച എങ്ങനെയാണ്, അതാണ് പിന്നെ ഇപ്പൊ അപർണ മിസ്സുന്നത് ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച്. ഓരോരോ പ്രായങ്ങളിലും അവരുടെ വളർച്ച അത് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാനേ പറ്റുള്ളൂ. ചില കുട്ടികളിൽ ചിലപ്പോൾ ആ ഒരു ഓർഡറിലാവണമെന്നില്ല, അല്ലെ? പക്ഷേ ഓർഡർ വല്ലാതെ ഡീവിയേറ്റ് ആയി പോകുന്നുണ്ടെങ്കിൽ നമുക്കത് പാരന്റ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. നമ്മളുടെ കുട്ടികളാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. അതിന്റെ കൺസേൺ ഡോക്ടേഴ്സിനെ കണ്ട് അത് ഉറപ്പുവരുത്തണം. കുട്ടിക്ക് ഡിഫോമിറ്റീസ് ഒന്നുമില്ല, വളർച്ചയിൽ എന്തെങ്കിലും കുറവുകളില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒത്തിരി വൈകി പോയി കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഒരു 4, 5, 6 വയസ്സിനുള്ളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ സ്ലോ ലേണിംഗ് ഉണ്ടാകാം, ഡിസബിലിറ്റീസ് കാണാം, ചെറിയ രീതിയിലുള്ള ഇത് എന്താ പറയുക ഓട്ടിസം പോലുള്ള ചില കാര്യങ്ങൾ വരാം. അതൊക്കെ ചെറിയ പെർസെന്റേജിലൊക്കെ ആണെങ്കിൽ നമ്മൾ ശരിയായ രീതിയിലുള്ള ഇന്റർവെൻഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഒത്തിരി പെർസെന്റേജ് കൂടിയതൊക്കെ നമുക്ക് ചിലപ്പോൾ മാറ്റാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ അതിനനുസരിച്ചുള്ള സപ്പോർട്ട് കുട്ടിക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ കാര്യങ്ങളാണ് പാർട്ട് 2 വരുന്നത്. പിന്നെ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു സയൻസ് ആണ്, അല്ലെ? സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫാക്ട്, അല്ലെ? അപ്പൊ ഈ ഒരു സയൻസ് ആണ്. സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബിഹേവിയർ, അതിനെ പറ്റിയുള്ള സ്റ്റഡി ചെയ്യുന്ന ഒരു സയൻസ്, അതാണ് സൈക്കോളജി. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജി എന്ന് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റ് ഒക്കെ കേൾക്കുമ്പോഴേക്കും ഒരു വല്ലാത്തൊരു ടാബു ആയിരുന്നു. അതായത് എന്താ പറയാ, എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അവൻ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയത് എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പൊ
സൈക്കോളജിസ്റ്റിനെ കാണാൻ തയ്യാറാകുന്നവരെയും വളരെ പോസിറ്റീവായിട്ടാണ്. നമുക്കറിയാം പല പ്രമുഖ കളിക്കാര് ക്രിക്കറ്റ്, ഫുട്ബോൾ ഒക്കെ കളിക്കുന്നവര് അവരുടെ ഒരു പ്രധാനപ്പെട്ട മാച്ചിന് മുമ്പ് അവരൊരു ഇന്റർവെൻഷൻ നടത്തിയിട്ടുണ്ടാവും. അവരൊരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്കോതെറാപ്പിസ്റ്റിനെയോ ഒരു കൗൺസിലറെയോ പോയി കണ്ട് സംസാരിച്ച് അവർ റിലാക്സ്ഡ് ആയിട്ടാണ് അവർ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. കാരണം അത്രയും പ്രഷറാണ് അവർക്ക് അല്ലെ. നമ്മള് 10ാം ക്ലാസ്സിലും അതുപോലെ തന്നെ +2 പഠിക്കുന്ന കുട്ടികളും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അവർക്കൊരു ക്ലാസ് ഒക്കെ കൊടുക്കും. പക്ഷെ അവരെ പരീക്ഷയെ ധൈര്യമായി നേരിടാനുള്ള ഒരു ക്ലാസ് ആണത്, അല്ലാതെ ഉപദേശങ്ങളൊന്നുമല്ല. അപ്പൊ അങ്ങനെ പല രീതിയിലൊക്കെ സ്കൂളുകളിൽ നടക്കുന്നുണ്ട്. ലാസ്റ്റ് ഡേ ഞാൻ ഇതുപോലെ ഒരു സ്കൂളിൽ ഒരു ഫ്രണ്ടാ ക്ലാസ് എടുക്കാൻ പറ്റേ അപ്പൊ അത് അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ കുട്ടികളിലേക്ക് ഉപദേശം കുത്തി നിറക്കുകയല്ല ചെയ്യുന്നത്. അവരുടെ പൊട്ടൻഷ്യൽ എന്താണോ അത് അവര് സ്വയം മനസ്സിലാക്കി ഞാനത് ചെയ്യും എന്നുള്ള രീതിയിൽ അവരെ അങ്ങ് പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സൈക്കോളജി എന്നുള്ള സെഷനില്. അപ്പൊ നമ്മള് സൈക്കോളജി എന്ന് പറയുന്നത് അതൊരു സയൻസ് ആണ്. ആളുകളുടെ മനസ്സ് സ്റ്റഡി ചെയ്യുവാണ്, അവരുടെ ബിഹേവിയർ. അപ്പൊ ഇപ്പൊ അത് ആളുകൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ തുടങ്ങി. വലിയൊരു എന്താ പറയാ സയൻസ് ആയിട്ട് സൈക്കോളജി വളർന്നുകൊണ്ടിരിക്കുക. ഈ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ പലയിടങ്ങളിലുണ്ട്. അങ്ങനെ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഞാനത് ബ്രീഫ് ചെയ്യുവാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതാണ് എടുക്കണ്ടെങ്കിൽ സൈക്കോളജി എന്നുള്ള ചാപ്റ്റർ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. അപർണ മിസ്സിനോടൊന്ന് ചോദിക്കണം, ഇൻ ബിറ്റ്വീൻ ക്ലാസ് ചോദിക്കാനുള്ള മടി കൊണ്ടാണ് കേട്ടോ. അപ്പൊ സൈക്കോളജി എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ അപ്ലൈ ചെയ്യാൻ ചെയ്യുന്നതിനാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ എന്തിനാ സൈക്കോളജി അപ്ലൈ ചെയ്യുന്നത്? എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ വരുന്നവർ ആരൊക്കെയാ? സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്. അതെ, സ്റ്റുഡൻസ്. ഒരു ക്ലാസ് റൂം നിങ്ങൾ എടുക്കുവാണെങ്കിൽ ആ ക്ലാസ് റൂമില് ഡയറക്റ്റ് ഇന്ററാക്ഷൻ വരുന്നത് ടീച്ചേഴ്സും സ്റ്റുഡൻസും ആയിട്ടാണ് അല്ലെ. അവിടെ ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള ബന്ധം, സ്റ്റുഡൻസും തമ്മിലുള്ള ബന്ധം ഉണ്ടാവും. ഓക്കെ, പിന്നെ അവിടെ ടീച്ചർക്ക് ഒരു ടീച്ചർ ആകാൻ, ടീച്ചർ പ്രൊഫഷനിലേക്ക് പോകുന്ന ഒരു വ്യക്തി സൈക്കോളജി എന്തിനാ പഠിക്കുന്നത്? കുട്ടികളുടെ മനസ്സ് കൂടുതൽ അറിയാൻ വേണ്ടി. അതെ, കുട്ടികളുടെ മനസ്സറിയാൻ, അവരുടെ ബിഹേവിയർ അറിയാൻ അല്ലെ. ഈ കുട്ടികൾ നമ്മളെ തന്നെ എടുത്തോളൂ. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ ബിഹേവിയർ ഒരു രീതിയായിരിക്കും. നമ്മളൊരു ഗ്രൂപ്പിലാകുമ്പോഴോ വേറൊരു രീതിയിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇൻഡിവിജ്വൽ ബിഹേവിയറും ഉണ്ടാകും, ഗ്രൂപ്പിലെ ബിഹേവിയറും ഉണ്ടാകും. അപ്പൊ ഇതെല്ലാം ടീച്ചർ ഒബ്സർവ് ചെയ്യും. ആ കുട്ടി ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യുമ്പോൾ അവന്റെ രീതി എന്താണ്, അവനെ ഒരു ഗ്രൂപ്പിലാക്കുമ്പോൾ അവന്റെ ബിഹേവിയർ എന്താണ്, ഇതെല്ലാം ടീച്ചർ മനസ്സിലാക്കും. അതിനനുസരിച്ച് ഒരു കുട്ടിയെ എന്ത് പഠിപ്പിക്കണം, എപ്പോൾ പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, വാട്ട്, വെൻ, ഹൗ, അതൊരു ടീച്ചർക്ക് മനസ്സിലാകുന്നു. അതിപ്പോ നമ്മൾ ടീച്ചർ ആണെന്നില്ല, നമ്മുടെ വീട്ടിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും നമുക്കറിയും. നമുക്കിപ്പോ 2 കുട്ടി ഉണ്ടാവുമായിരിക്കാം, 3 കുട്ടി ഉണ്ടായിരിക്കാം, 4 കുട്ടി ഉണ്ടായിരിക്കാം. നമ്മുടെ സ്വന്തം മക്കളുടെ കാര്യം. ഓരോ കുട്ടി ഉണ്ടാകുമ്പോഴും ആ ഓരോ കുട്ടിക്കും നമ്മൾ പുതിയ അച്ഛനും അമ്മയും ആവണം അല്ലെ. മൂത്ത ആൾക്ക് ഞാൻ ഇങ്ങനെയായിരുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ ആൾക്കാവുള്ളൂ, അത് തെറ്റാണ്. നമ്മുടെ മൂത്ത കുട്ടിക്ക് നമ്മൾ അവന്റെ അച്ഛനും അമ്മയായി. രണ്ടാമതൊരു കുട്ടി ജനിക്കുമ്പോൾ അതിന്റെ പുതിയ അച്ഛനും അമ്മയായിട്ട് നമ്മളും ജനിക്കണം ശരിക്കും. കാരണം എല്ലാ കുട്ടികളും യുണീക്കാണ്, ഡിഫറെന്റ് ആണ് അവര് അല്ലെ. അതുകൊണ്ട് ഒരേപോലെ തന്നെ നമുക്ക് എല്ലാ കുട്ടികളെയും അടുത്തും നമ്മളുടെ പെരുമാറ്റം പാടില്ല. അപ്പൊ നമ്മളുടെ ബിഹേവിയർ അവിടെ ചേഞ്ച് ആകും. അതുകൊണ്ടാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് പോകുന്നവര് സൈക്കോളജി അറിഞ്ഞിരിക്കണം. അത് ചൈൽഡ് സൈക്കോളജിക്ക് ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ നമ്മൾ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട 2 ബ്രാഞ്ച് എന്ന് പറയുന്നത് 2 അല്ല 3. എഡ്യൂക്കേഷണൽ സൈക്കോളജി, എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ, പിന്നെ ചൈൽഡ് സൈക്കോളജി, കുട്ടികളുടെ ഡെവലപ്മെന്റും ബിഹേവിയറുമായി ബന്ധപ്പെട്ട ചൈൽഡ് സൈക്കോളജി. പിന്നെ ഒരെണ്ണം വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് സൈക്കോളജിയുടെ ഡെവലപ്മെന്റൽ സൈക്കോളജി. അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഡെവലപ്മെന്റ് ഫ്രം വോം ടു ടോപ്പ്, അമ്മയുടെ ഗർഭപാത്രം തുടങ്ങി ശവകുടീരം വരെയുള്ള മനുഷ്യന്റെ ഒരു യാത്രയുണ്ടല്ലോ, ലൈഫ് ജേർണി, അതാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. വോം ടു ടോപ്പ്, ടോപ്പ് എന്ന് പറഞ്ഞ ശവകുടീരം, ടോപ്പ് അമ്മയുടെ ഗർഭപാത്രം. അപ്പൊ ആ ഒരു
അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഈസി ആയിരിക്കും. എങ്ങനെയാണ് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടിയെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യണം. ഇപ്പൊ ചൈൽഡ് ഡെവലപ്മെന്റിൽ അവർ കുറെ കാര്യങ്ങൾ പറയും, സൈക്കോളജിയിൽ കുറെ കാര്യങ്ങൾ പറയും. അശ്വതി മിസ് എടുത്ത ഡിഫൻസ് മെക്കാനിസം അതൊരു പ്രൊട്ടക്ഷൻ ആണ്. നമ്മൾ മാനസികമായിട്ട് ഡിഫെൻഡ് ചെയ്യാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന പല പ്രശ്നങ്ങൾ. നമ്മൾ ചിലപ്പോൾ വിഡ്രോ ചെയ്യും. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ് വിഡ്രോവൽ. പക്ഷെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഉൾവലിഞ്ഞു പോകുകയല്ല കേട്ടോ. ഒരാള് നമ്മുടെ നേരെ വന്ന് ചീത്ത പറയാനായിട്ട് വരുന്നു, നമുക്കറിയാം അയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല, വെറുതെ പ്രശ്നം വഷളാവുള്ളൂ, നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ദാറ്റ് ഇസ് എ ബെസ്റ്റ് ഡിഫൻസ് മെക്കാനിസം, വിഡ്രോവൽ അല്ലെ. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഇതുകൊണ്ടല്ല നമ്മൾ വിഡ്രോ ചെയ്യുന്നത്, കാരണം അവിടെ കാര്യമില്ല സംസാരിച്ചിട്ട്. കാരണം ആ വ്യക്തി അങ്ങനെയാണ്, അയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. സോ നമ്മൾ വിഡ്രോ ചെയ്യുവാണ്. ദാറ്റ് ഇസ് എ വെരി ഗുഡ് ഡിഫൻസ് മെക്കാനിസം. നമുക്ക് സമാധാനം തരുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം. സോ ഇറ്റ്സ് എ മെന്റൽ മെക്കാനിസം. ഓക്കെ, നമുക്ക് എടുക്കും. അപ്പോ അതെല്ലാം സൈക്കോളജി പാർട്ടിൽ വരുന്നതാണ്. സൈക്കോളജിയിൽ ചൈൽഡ് സൈക്കോളജി, ഡെവലപ്മെന്റൽ സൈക്കോളജി നമുക്കറിയാമെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ കുഞ്ഞുങ്ങളെ നമുക്ക് മനസ്സിലാകും. നമുക്കറിയാം അവനെ എന്ത് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, എപ്പോൾ പഠിപ്പിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. കുട്ടികളെല്ലാം യുണീക്കാണ്, ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്, ഓരോ രീതിയാണ്. അവരുടെ ബിഹേവിയർ ഡിഫറെന്റ് ആയിരിക്കും പല പല സിറ്റുവേഷൻസിലും. അത് മനസ്സിലാക്കി ആ കുട്ടിയെ നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. എനിക്ക് 11:30 ഒരു ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ കറക്റ്റ് ടൈമിൽ അങ്ങ് ലീവ് ആകും, പുതിയ ബാച്ചിനെയും കൂടെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സൈക്കോളജിക്ക് വേണ്ടി റെഡി ആകാം. ഇനി ഡെവലപ്മെന്റ് എന്നുള്ള സബ്ജക്റ്റിന് ഞാൻ എന്തെങ്കിലും എടുക്കണം എന്നാണ് അപർണ മിസ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. എന്നാലും സൈക്കോളജിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഇത് പറഞ്ഞ ചൈൽഡ് സൈക്കോളജി, ഡെവലപ്മെന്റ് സൈക്കോളജി, അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് വായിച്ചപ്പോ ഒന്ന് മനസ്സിലാക്കി വരികയാണെങ്കിൽ ക്ലാസ്സിൽ നിങ്ങൾക്കും ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഷെയറിങ് ആൻഡ് ലേണിംഗ്, അതാണ് ശരിക്കും വേണ്ടത്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അതിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ കാണാം. ഞാൻ ലീവ് ആക്കാണ്, എനിക്ക് ചൂടുള്ളൊക്കെ കുടിച്ചില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കയറാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. സൈൻ ഔട്ട് ഉണ്ടോ? Ma'am, sign out. I am Vidya. I am telling sign out. Thank you, ma'am. Today's class was fantastic and engaging. Thank you, madam, and all my dear friends. You explained the topics well. On the behalf of everyone, I am thanking you. Have a nice day. Bye. Thank you, Miss.